Hey guys, welcome back to Mehnu channel. Guys, കാണുക. ഇന്ന് നമ്മുടെ കൂടെ ഒരു സെലിബ്രിറ്റി ഉണ്ട്. നമ്മുടെ കൂടെ ഒരു സെലിബ്രിറ്റി അല്ല, സിനിമ ആക്ടർ ആണ്. ആക്ട്രസ് ആണ്, മോഡലാണ്. തള്ളുക. മോഡലല്ലേ? മോഡലാണ്, സെലിബ്രിറ്റി ആണ്. ഒരുപാട് കല ഫിലിമിൽ ആക്ട് ചെയ്ത് വരുന്നുണ്ട്. ഫിലിമിൽ ആക്ട്, തമിഴ് മൂവിയിൽ ഗർഭിണിയായിട്ടൊക്കെ ഉണ്ട്. എന്നിട്ട് ഞാൻ പറഞ്ഞു പിന്നെ ഓർത്തടീന്റെ കുട്ടി എവിടെ, ഞാൻ പറഞ്ഞു നീയല്ല ഇൻസ്റ്റാഗ്രാമില്. അതെ, കൂട്ടുകാരത്തിമാർക്ക് 2 പിള്ളേരുണ്ടായിട്ടുണ്ട്. ഈ 2 പിള്ളേരുടെ അമ്മ ഞാനാണെന്നാ പറയണത്. തന്തേതാന്ന് എനിക്ക് തന്നെ അറിയാൻ പാടില്ലാത്ത അവസ്ഥയല്ല ഞാനിപ്പോ ഇരിക്കുന്നത്. മൂവി വരാനുണ്ട് കേട്ടോ, തമിഴ് മൂവിയാണ്, മോഡലാണ്. അപ്പൊ നമ്മള് ജസ്റ്റ് പാലക്കാട് പാടം കാണാൻ വേണ്ടി പോകും. സത്യത്തിൽ എന്റെ ബ്രദറിന്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അവിടെ ചെന്ന് ഫുഡ് അടിക്കുക, തിരിച്ചു വരിക, ചേട്ടന്റെ 2-3 സാധനങ്ങൾ. അപ്പൊ ഞാനന്ന് എവിടെയാടി പോയത്? ഞാൻ അന്ന് ഒരു ബീച്ചിൽ നിനക്ക് മറ്റേ ഇതെല്ലാം വാങ്ങിയത് ആലപ്പുഴയാണോ? എനിക്ക് പാലക്കാട് ആലപ്പുഴയും തമ്മില് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി. പക്ഷെ ആലപ്പുഴ നല്ല ബീച്ചാണ്, സൂപ്പർ ബീച്ച്. എന്താ അറിയോ, നമുക്ക് അവിടെ ഇരിക്കാനുള്ള, അതെ നമ്മൾ ഈ മറ്റേ സിനിമയിലൊക്കെ കാണുന്നില്ലേ, അങ്ങനെ വെച്ചാ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇല്ല, ഞാൻ അങ്ങനെ സത്യം അങ്ങനത്തെ ഞാൻ നോക്കില്ല. അതുകൊണ്ട് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട്. എന്ത് ചെയ്യണം അയ്യേ ഗായ്സ്, ഇവര് നമുക്ക് പറ്റിയല്ലേ ഇപ്പല്ല ഗായ്സ്. അപ്പൊ പിന്നെ എന്തായാലും നമ്മള് ഓഡിയൻസിന് മൈൻഡ് തെറ്റിക്കണോ നീ? അതായത് ഗായ്സ്, ഇവരെങ്ങനെയൊക്കെ പറയും. റീലല്ലേ? അപ്പൊ എനിക്ക് ഈ ചേച്ചിനെ കാണാൻ വേണ്ടിട്ട് നമുക്ക് പോവാം സൺലൈറ്റ്. പോണമെങ്കിൽ ഭയങ്കര ആഗ്രഹമാണ്. നാഗചേച്ചിനെ ഇപ്പൊ ആലപ്പുഴയിലെ എവിടെയോ കുംഭമേള ഉണ്ട്. കുംഭമേളക്ക് നാഗചേച്ചി വരൂല്ലെന്ന് എനിക്ക് അറിയാൻ പാടില്ല. നൃത്തം ചെയ്യണം, കൂട്ടണം. നോക്കട്ടെ, നീ വാർന്ന് കുറച്ച് ഒന്നും കൂടെ പറഞ്ഞു കേക്കട്ടെ. ബാബുസ്വാമി ഇപ്പൊ കുംഭമേള വരുന്നുണ്ട് ആലപ്പുഴയില്. അപ്പൊ ആ ടൈമിൽ എങ്ങനെ അവരുണ്ടാവോന്ന് അറിയില്ല. എന്നാലും ജസ്റ്റ് പോയി നോക്കാം. എന്തായാലും ഭജന ഇരിക്കുന്നത് കാരണം കൊണ്ട് ഒന്ന് പോണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ കുംഭമേളക്ക് വിട്ടാലോ? കൊല്ലത്താ? ആലപ്പുഴയില? ആലപ്പുഴ എന്താ, ഭാരതപ്പുഴ എവിടെ കിടക്കണേ? ഭാരതപ്പുഴ പോയി പോണ വഴിക്കല്ലേ? ഭാരതപ്പുഴയിലാണ്. 200 എത്ര വർഷങ്ങൾക്ക് ശേഷം വരുന്ന എന്തോ കുംഭമേളയാണെന്നാ പറഞ്ഞത് ഇവിടെ. അപ്പൊ പോണം ആഗ്രഹമുണ്ട്. കുറച്ച് ബാബാമാരുടെ അടുത്തൊക്കെ ചെന്നിട്ട് നമുക്ക് നല്ല സ്പിരിച്വൽ എനർജി ഒക്കെ വാങ്ങിച്ചിട്ട് ഇടയ്ക്ക് പോരാ. കൂട്ടത്തിൽ നാഗചേച്ചിയുടെ കാണുന്നുണ്ട് ഗൈസ്, രണ്ടാളും വെച്ചിട്ട് ഓടിച്ചപ്പോ ചോദിക്കും എങ്ങനെ പോലെന്ന്. വണ്ടി ഓട്ടണം നീ നേരക്ക്. ഞാനിവിടെ ഇറങ്ങിയാലോ എന്ന് ഡൗട്ട്. സഫ് വണ്ടി ഓട്ടൂലേ? അപ്പൊ അറിയാലോ, BMW അല്ലാണ്ട് ഞാൻ എടുക്കാറില്ല. ഞാൻ USA വളർന്നതാണ്. നാട്ടിൽ വന്നിട്ട് ഇതേപോലത്തെ വണ്ടിയൊന്നും ഞങ്ങൾക്ക് പറ്റില്ലടി. കാരണം എനിക്ക് BMW ഞാൻ ഇപ്പോഴും ഔഡിയിൽ മാത്രമേ പോകുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പോൾ ഔഡിയിൽ മാത്രമേ. ദിസ് ഈസ് മൈ ഔഡി ഗായ്സ്. അങ്ങനെയൊന്നുമില്ല. നമ്മുടെ എന്റെ പപ്പ ഓൾറെഡി ഇവിടെ എല്ലാം വാങ്ങിച്ചിട്ടിരുന്നുണ്ട്. എനിക്ക് അറിയത്തില്ല ആക്ച്വലി. പറയാൻ വിട്ടു, ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ പപ്പയുടെ ഇതാണ്. പ്ലെയിനുകളും സീറ്റുകളും അതെ, നമുക്ക് ഫ്രീ ആണ്. നമുക്ക് എപ്പോഴും ഫ്ലൈറ്റ് ടിക്കറ്റ്. നാട്ടിൽ തന്നെ വിറ്റേക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെ വിറ്റേക്കണത്? സോറി ഗൈസ്, എനിക്ക് മലയാളം ലിറ്റിൽ അറിയുള്ളൂ. അപ്പൊ നാട്ടില് എല്ലാവരോടും കൂടി ഇടപെട്ട് എന്താ നാച്ചുറൽ എല്ലാ കാര്യങ്ങളും പഠിക്കണം എന്ന് പറഞ്ഞിട്ടാണ്. അതെ, അപ്പൊ എല്ലാ വണ്ടികൾ എല്ലാ കാര്യങ്ങളൊക്കെ നീ പഠിക്കണം, ആൾക്കാരെ കാണണം. നമ്മളവിടെ ഇംഗ്ലീഷ്കാരൊക്കെ എന്താ ഇംഗ്ലീഷ് എനിക്ക് മലയാളം ഫ്ലുവൻ്റ് ആയിട്ട്
ഇടക്ക് ഹൗസാമി ഇരുന്നിട്ടില്ല ഇടക്ക് അതങ്ങനെയാണ്. എങ്ങനെയല്ല പുതിയ സിനിമ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സെറ്റ് ആവാനായിട്ടുള്ളതാണ്. അതെ അതെ. സിനിമ ആക്ട്രസ് അത്ര കോമഡിക്കാരിയാന്ന് വിചാരിച്ചു. അതെ, നമ്മുടെ പിന്നെ ആക്ട്രസ് നല്ല ഫണ്ണി ആക്ട്രസ് ആണ്. സണ്ണിയല്ല നമ്മുടെ ഫണ്ണി. അപ്പൊ അപ്പൊ പിന്നെ എന്താ ഇപ്പൊ ആണോ സീരിയസ്ലി? അല്ല സണ്ണി ചേച്ചിനെ കുറിച്ചിട്ട് എന്താണ് 2 വാക്ക് സംസാരിക്കാൻ പറഞ്ഞ എന്തായിരിക്കും സംസാരിക്കുക? എല്ലാവരുടെയും ജീവനല്ലേ. എനിക്കാണ് എനിക്കിഷ്ടമാണ്. നിങ്ങൾക്ക് ചരിത്രം മൊത്തം അറിയും. ഏത് ലെവലാ? ഒരാളുടെ പാസ്റ്റ് ഒന്നും അന്വേഷിക്കരുത്, പ്രസന്റ് എന്താണെന്ന് മാത്രമേ നോക്കാൻ പാടുള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ലേഡിയാണ്. അവര് എത്ര മക്കളെ പോയിട്ട് ആർക്കെങ്കിലും പറ്റുമോ? ഇവിടെ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു പൊട്ടന്മാർക്കോ പൊട്ടത്തികൾക്കോ പറ്റുമോ? എല്ലാത്തിനെയും കൊല്ലുക, അല്ലാതെ നോക്കാൻ കഴിയില്ല, എവിടെയെങ്കിലും കൊണ്ടുപോയി അനാഥാലയത്തിൽ കൊണ്ടാക്കാം. ഇതൊക്കെയാണ് നമ്മളെ നാട്ടില് പറ്റുന്നത്. മനസാക്ഷിയില്ലാത്ത നാരികളും പിന്നെ അത് മാത്രമല്ല ചോര ബന്ധു അല്ലെങ്കിൽ സ്നേഹബന്ധു മനസ്സിലാക്കാണ്ട് പൈസക്കും വേണ്ടിട്ട് ജീവിക്കുന്ന പൈസക്കും വേണ്ടിട്ട് മക്കളെ ഇപ്പൊ അവര് എടുത്ത് വളർന്നു. 3 മക്കളെ തന്നെയുണ്ട്. അല്ലാണ്ട് എത്ര മക്കൾക്ക് പഠിപ്പും മറ്റുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു. അങ്ങനെയെങ്കിലും നന്മകളെന്തെങ്കിലും അവർ ചെയ്യുന്നുണ്ട്. പാർട്ടി അത് ഇത് എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമൊന്നും നടക്കുന്നുമില്ല. എന്തിന് ഈ റോഡ് പണി തന്നെ നോക്കും, കുണ്ടും കുഴിയും തേവാരും രാഷ്ട്രീയത്തിട്ടാ. അതെ, എന്നെടുത്തിട്ട് എയറിലാക്കും. കീളി പോയല്ലോന്നൊക്കെ പറയും. എന്റെ പൊന്നമ്മച്ചിയെ ഞാൻ ഒന്നിനും ഇല്ല, ഇത്തിരി കഞ്ഞിയും കുടിച്ചിട്ട് പോട്ടെ. ഒന്നും തിന്നില്ല, രാവിലെ ഒരു അനാർ ജ്യൂസ് കുടിച്ചേ. അതെ, പിന്നെ പാട്ട് പാടാറില്ലേ? ഇല്ല. ചെറുതായിട്ട്? ഇല്ല. നൈസായിട്ട്? ഇല്ല. ഡപ്പാങ്കുത്ത്, കാവടിയാട്ടം. നമുക്ക് ഒരു ചെറിയൊരു ചാലഞ്ച് കൊടുത്താലോ സഫുവിന്? ഡാൻസ് കളിക്കൂലേ? ഡാൻസ് കളിക്കും ചേച്ചി. ചേച്ചിന്നൊക്കെ വിളിച്ചിട്ട് അപമാനിക്കരുത്. പ്രായമൊന്നുമില്ല, വെറുതെ ഒരു ബഹുമാനത്തിൽ വിളിക്കുന്ന. നീ എന്നെ മോളും അങ്ങനെയുണ്ട്. അപ്പോ നമുക്ക് സഫു ഇത്ര നേരം പാടി 2 പേര് പാട്ട് സഫു കുറച്ച് പഠിച്ചൊരു പാട്ടുണ്ട്. അത് പാടുന്നതാണ് നീ മറ്റേ ഇത് ഇപ്പം നമ്മൾ വെച്ചില്ലേ, നമുക്ക് ഫസ്റ്റ് വേണമെങ്കിൽ ആ പാട്ട് ചെറുതായിട്ട് വേണം വെക്കാം. കോപ്പറേറ്റ് വരും അറിയില്ല, ബട്ട് വിൽ ട്രൈ. ഓക്കെ, ഞാൻ പാടി കഴിയുമ്പോ നിങ്ങൾ ഒരുമിച്ച് നിർത്താൻ പറയരുത്. ഇല്ല അത് പറയൂല. ക്യാമറ ഓഫ് ചെയ്യുള്ളൂ. ഞങ്ങളല്ലേ സഹിക്കണേ, നിങ്ങൾ സഹിക്കണ്ട. അല്ലല്ല, ഞാനൊരു വണ്ടി സൈഡാക്കിട്ട് ഇറങ്ങിക്കോളാം. അല്ലല്ല, ഫുള്ള് ഫസ്റ്റ് എനിക്ക് ഡയലോഗ് ഒന്നും അറിയില്ലട്ടോ. ഫസ്റ്റ് മതി നോക്കണ്ട.
ഞാൻ പാട്ടരിയല്ല. അറിഞ്ഞില്ല ഉണ്ണി. ഉണ്ണി അറിഞ്ഞില്ല ഉണ്ണി. ഞാനോട് പാട്ട് പാടിയതൊന്നും കേട്ടില്ലല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ലൈനാണ് മെയിൻ വേണ്ടത്. നന്നായി പാടും. അപ്പൊ സഫുവിനെ വിചാരിച്ചത്ര പാട്ട് കിട്ടിയില്ല. നമ്മള് സഫുവിനെ കൊണ്ട് ജസ്റ്റ് പാടിപ്പിക്കാൻ വിചാരിച്ചാണ്. പക്ഷെ എന്തായാലും ഓക്കെ, കാരണം അവള് പഠിച്ചതാണ് ഈ പാട്ട്. നമ്മൾ രണ്ടുപേരും ക്ലാരിറ്റി അവർ രണ്ടുപേരും നമ്മളെ ജസ്റ്റ് ഒന്ന് അത്യാവശ്യം കുറച്ച് പഠിച്ചു വരുന്നുണ്ട്. പോട്ടെ, ഇനി നമ്മള് ഫുൾ ആ സോങ് പഠിച്ചിട്ടൊന്ന് പാടുന്നതാണ്. കാരണം ഇത് ഇപ്പൊ ട്രെൻഡിങ് നടക്കാണ് ഈ സോങ്. അതിന് മുന്നേ നമ്മളിത് ഇങ്ങനെ വെറുതെ ഒരു എന്തോ ലവ്ലിയിലായിട്ടുള്ള ഒരു സോങ് ഉണ്ടായത് നമ്മള് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നതാണ് കേട്ടോ. പക്ഷെ അതിപ്പോ പെട്ടെന്ന് ട്രെൻഡിങ് ആയി. അപ്പൊ എന്തായാലും നമ്മളൊന്ന് പാടിയിട്ട് ഇടാന്ന് മനസ്സ് പറയണം. അപ്പൊ പഠിക്കട്ടെ എന്തായാലും. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ടാർഗറ്റിലേക്ക് പോവാം. ടാർഗറ്റ് അല്ല, ടാർഗറ്റ് നെന്മാറ ചെന്ന് കഴിഞ്ഞിട്ട് അവിടുത്തെ തോട്ടത്തിലേക്ക് പോയി അമ്മച്ചീനെയും അച്ചാച്ചനെയും എല്ലാത്തിനെയും വട്ട് തിരിപ്പിച്ചിട്ട് അവരെ വട്ടാക്കിയിട്ട് നമ്മൾ തിരിച്ചു വരുന്നു. അവിടെ ചേട്ടന്റെ വീടും കാര്യങ്ങളൊക്കെ കാണിച്ചൊക്കെ തരാം. സത്യം പറഞ്ഞെങ്കില് നല്ല കഴിവുകളുണ്ട്, പക്ഷെ വ്ലോഗോ കാര്യമൊന്നുമില്ല. പിന്നെ ഒന്നാമത് നല്ല ചളി സംസാരം, അതാണ് ഇപ്പൊ ഓഡിയൻസിന് വേണ്ടത്. മനസ്സിലായോ? അല്ലടി, സീരിയസ്ലി നമ്മള് മറ്റുള്ളവരെ മാക്സിമം എന്ത് ചെയ്യാ, മറ്റുള്ളവരെ മനസ്സിനെ തൃപ്തിപ്പെടുത്താൻ നമ്മള് വ്ലോഗ്, ഐ മീൻ മറ്റുള്ളവരെ ഉപദ്രവിക്കാനാവരുത്. നമ്മള് കോമഡി പറഞ്ഞിട്ട് നമ്മൾ മറ്റുള്ളവരുടെ ജീവിതം വെച്ചിട്ടല്ല ഒരു വ്ലോഗർ ആവണ്ടേ, അല്ലെങ്കിൽ വിജയം നേടേണ്ടത്. അതേപോലെ ഇപ്പൊ ഈ അടുത്ത് നടന്ന ഇൻസിഡൻസ് ഒക്കെ കാണുന്നില്ലേ, ഒരു റീച്ചിന് വേണ്ടി അങ്ങനെ കേൾക്കുന്ന സത്യാവസ്ഥ എനിക്കും അറിയൂല. പക്ഷെ അതുകൊണ്ട് ഞാൻ അതിനെ പറ്റി ഒന്നും പറയുന്നില്ല. എനിക്കതിന്റെ സത്യാവസ്ഥ അറിയില്ല. കാരണം നമ്മുടെ എപ്പോഴും മറ്റുള്ളവരെ നമ്മൾ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കാം. അത് നമ്മളെ കൊണ്ട് മാക്സിമം എന്ത് കോപ്രായം കാട്ടിയിട്ടാണെങ്കിലും, നമ്മളെ കോമഡി പറഞ്ഞിട്ടോ ചളി പറഞ്ഞിട്ടോ എന്താണെങ്കിലും, എൻ്റെ ഒരു ഇതായിട്ട് ഞാൻ പറയണേ, എനിക്ക് മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ താല്പര്യം. അതെ, സത്യം പറഞ്ഞെങ്കിൽ ഇവള് വിചാരിച്ച് സുരാജ് മെട്രോയിൽ കിടന്നുറങ്ങിയിട്ട് അത് ഫോട്ടോ എടുക്കുന്ന സൗബിനല്ലേ, സൗബി ഫോട്ടോ എടുത്തിട്ട് ഇങ്ങനെ ഇടും, കള്ളു കുടിച്ച് പാമ്പായിട്ട് കിടക്കണ കണ്ടോന്ന് പറഞ്ഞിട്ട് സുരാജിന്റെ ഇട്ടിട്ട് ഇതുപോലെ മോൻ കാണുന്ന, എന്നിട്ട് വീട്ടിൽ ആ ഒരു മെസ്സേജിന്റെ റീസൺ നമ്മൾ മനസ്സിലാക്കാം. നമ്മള് ഫാമിലിയിലുള്ള അംഗം നിങ്ങളിങ്ങനെ തമാശ കളിച്ച് കളയാനുള്ളല്ലോ ലൈഫ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കുടുംബമുണ്ട്. ആ കുടുംബത്തിൽ അവരെങ്ങനെയാണ് അവര് മുന്നോട്ട് പോകുന്നത്, ഇതേപോലെ ചെറിയ സൗന്ദര്യപ്പെടണം, ആ ഒരു കുടുംബ ജീവിതം തറക്കുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ശാപം എത്രത്തോളം, അതേപോലെ അതിന്റെ ആ ഒരു കർമ്മ സാധനം തിരിച്ചു മരണം വരെ അവരുടെ ഉള്ളിൽ ഈ സംഭവം കിടക്കും. പോയപ്പോ അവർക്ക് എവിടെ അവരുടെ അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും പോയി. കാരണം ആ മനുഷ്യൻ വളരെ ഒരു പാവപ്പെട്ട മനുഷ്യൻ. ആ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ ആ ഒരു ബസ്സിലുണ്ടായ സീൻ അല്ലേ? അതെ, ആ ഒരു മറ്റേ മെട്രോ ബസ്സാ എന്താണ്, ബസ്സിലൊരു പിന്നെ ടച്ച് ചെയ്തെന്ന് പറഞ്ഞിട്ട് ഒരാള് ആത്മഹത്യ ചെയ്ത. ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിട്ടോ. അമ്മയുടെ കരച്ചില്, ആ അച്ഛന്റെ ആണെന്നുണ്ടെങ്കിൽ കൂട്ടുകാരന്മാരെ വരെ
കരയണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ ആ വ്യക്തിക്ക് ആ നാട്ടിലോ പരിസരത്തോ ഒരാൾ പോലും അവരെ പറ്റി ഒരു തെറ്റായിട്ടൊരു വാർത്തകൾ പറയുന്നില്ല. കാരണം അവൻ അത്രയും നല്ലൊരു മനുഷ്യനാണ്. പിന്നെ ആ വീഡിയോയിലും വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈ സ്ത്രീ അങ്ങോട്ടേക്ക് കയറി ചെന്ന് ഇതാവുന്നതല്ലാതെ എങ്ങനെ അവൾക്ക് ഒരു നല്ലൊരു സ്ത്രീ ആയിരുന്നെന്നുണ്ടെങ്കിൽ എത്രയോ പെൺപിള്ളേര് അപ്പൊ തന്നെ പ്രതികരിക്കുന്നുണ്ട്. അവിടെ കൊഞ്ചി കുഴഞ്ഞ് അതായിരുന്നു അവൾക്ക് ഏറ്റവും നല്ലത്. കാരണം അങ്ങനെ ആ സ്ത്രീ അത്രയും കാണിച്ചു കഴിഞ്ഞപ്പോ എന്തായി, മറ്റുള്ളവർക്ക് പോകേണ്ടത് പോയി, ഇവൾക്കൊരു നഷ്ടങ്ങളോ കാര്യങ്ങളോ ഇല്ല. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെ, അവൾക്ക് നല്ല ശിക്ഷ തന്നെ എന്തായാലും കൊടുക്കണം. കാരണം ശിക്ഷ കൊടുത്തിട്ട് കാര്യമില്ല, അവർക്ക് പോകേണ്ടത് പോയി. ഒന്ന് ആലോചിച്ച് നോക്കി, അവരുടെ കുടുംബം ഇനി എങ്ങനെ ജീവിക്കും? ആ ഒരു മോൻ ഉണ്ടായിട്ട് എത്രയോ പ്രതീക്ഷിച്ചിട്ടായിരിക്കും അവരുണ്ടാവുക. ആ അമ്മേന്റെ കരച്ചില്, ഇപ്പോഴും ഇത്രയും വലുതായിട്ട് പോലും ആ മകനെ വാവേ മുത്തേ സ്വത്തെ അങ്ങനെ വിളിച്ചിട്ട് ആ സ്ത്രീ കരയുന്നു. അപ്പൊ എത്രത്തോളം ആ മകൻ അവർക്ക് അറ്റാച്ച്ഡ് ആണെന്ന് നമുക്ക് ആ ഒരു വീഡിയോയിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. എനിക്കിപ്പോൾ എൻ്റെ ഫാദർ മരിച്ചതാണ്. ഞങ്ങൾക്ക് എൻ്റെ അച്ഛൻ മരിച്ചിട്ട് 5 വർഷമായി. ഈ ടൈം വരെ എനിക്ക് ആ വേദന ഇന്നവരെ മാറിയിട്ടില്ല. അത് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. പക്ഷെ നമ്മളുടെ ഉള്ളിലെ വിഷമം ഇനിയിപ്പോൾ എൻ്റെ മരണം വരെ നമുക്ക് ആ ഒരു പെയിൻഫുള്ളാണ്. അപ്പൊ അതേപോലെ തന്നെയാണ് ഒരു അച്ഛനും അമ്മ ഇരിക്കാതെ സ്വന്തം മകൻ മരിച്ചു പോവാന്ന് പറയുന്നത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം. അത് ഒരു വ്യക്തികൾക്കും പിന്നെ ആ മനുഷ്യൻ അത്രയും മനസ്സിന് കട്ടിയില്ലാത്തൊരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് അയാളുടെ ഭാഗത്ത് ഒരു തെറ്റില്ല. ആ തെറ്റില്ലാത്തത് കാരണം കൊണ്ട് അയാൾക്ക് താങ്ങാൻ പറ്റാഞ്ഞത്. ബാക്കി എത്രയോ ആൾക്കാരുണ്ട് അവരെ ശക്തി പക്ഷെ അതിനുള്ള ശക്തി പുള്ളിക്ക് ഉണ്ടായില്ല. ഒരു പാവം മനുഷ്യനാണ്. അയാളെ കാണുമ്പോ തന്നെ നമുക്ക് അറിയാൻ പറ്റും. ഇപ്പൊ ഇവളെ പോലുള്ള ഇമ്മാതിരത്തെ സ്ത്രീകൾ ഇങ്ങനെ കാണിക്കുമ്പോ ബാക്കി ഇനി എന്ത് ഇൻസിഡന്റ് നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പോലും ഒരു വ്യക്തിക്ക് എടുത്തിടാൻ പറ്റില്ല. കാരണം ഇനി കിട്ടേണ്ടത് ഫുള്ളും വാങ്ങാന്നല്ലാതെ തിരിച്ചൊരു അക്ഷരം പോലും നമുക്ക് പറയാൻ പറ്റാത്ത അവസ്ഥയില് ഇതേപോലത്തെ പെണ്ണുങ്ങൾക്ക് വലിയ വാല്യൂ കൊടുക്കണ കോർട്ടായാലും ഇതായാലും, പക്ഷെ ആണുങ്ങൾക്ക് കൊടുക്കണം. പിന്നെ ആൺപെൺ വ്യത്യാസങ്ങൾ ഉണ്ടാവരുത്. സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടില് മാത്രമേ ഉള്ളൂ. എന്റെ ഒരു അഭിപ്രായത്തില് ആണുങ്ങളെ കാട്ടി ഇപ്പോഴത്തെ കാലത്ത് ആണുങ്ങൾക്ക് കൂടുതൽ സേഫ്റ്റി കൊടുക്കേണ്ടത് ശരിക്കും പറഞ്ഞെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് എന്ത് ചെയ്താലും അവർക്ക് അറിയാം രക്ഷപ്പെടും, പെണ്ണല്ലേ എന്നുള്ളൊരു ചിന്തയുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ജനറേഷൻ മാറിയത് നിയമം അറിഞ്ഞിട്ടില്ല ഒന്നാമത്. കാരണം ഇപ്പോഴത്തെ പെണ്ണുപിള്ളേര് വളരുന്നത് പണ്ടത്തെ പെണ്ണുപിള്ളേരെ പോലെ അച്ചടക്കത്തോടെ ഇരിക്കുന്നതല്ല. അതെ എന്ന് പറയുമ്പോ രണ്ടാമത് മസ്താനി വീഡിയോ എടുത്തിട്ടുണ്ട്, അതല്ലാതെ വേറൊരു സ്ത്രീ വീഡിയോ എടുത്തിട്ടുണ്ട്. അതൊക്കെ അന്നേരം പ്രതികരണം അപ്പൊ കൊടുക്കേ ചെയ്തേക്കുന്നത്. അത് വ്യക്തമായിട്ട് അവള് കാണിച്ചു കൊടുത്തിട്ടാണ്. ഇവള് അങ്ങോട്ടേക്ക് കയറി ചെന്ന് കഴിഞ്ഞിട്ട് മുട്ടിയിട്ട് അവൾ പെണ്ണാണെങ്കിൽ ഒരു അക്ഷരം ചോദിക്കാൻ പാടില്ലേ? എന്താണോ താൻ കാണിക്കുന്നത് ആ വീഡിയോയിലെങ്കിലും കാണിക്കാം. ഇവളിതൊക്കെ വീഡിയോസ് ഒക്കെ എടുത്ത് വെച്ച് ലാസ്റ്റ് വീഡിയോസ് എല്ലാവർക്കും അങ്ങോട്ടേക്ക് കൊടുത്തതിന് ശേഷം മാത്രം എല്ലാം പറഞ്ഞിട്ട് എന്താ കാര്യം? നല്ല പെൺപിള്ളേർ ഇഷ്ടം പോലെ ഉണ്ട്, കൊടുക്കേണ്ടത് അപ്പൊ കൊടുക്കണം. അപ്പൊ ഇവൾക്കാണ് രോഗം എന്നാ ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇവൾ അപ്പൊ തന്നെ റിയാക്ട് ചെയ്തിട്ട് തൊടരുത് എന്ന് പറയണോ? അതെ, അടുത്ത് നിന്ന് കഴിഞ്ഞിട്ട് അതുമല്ല ബസ് ഫ്രണ്ടിലേക്ക് ഒരു വീഡിയോയിൽ ശ്രദ്ധിച്ചോ, അയാളുടെ അടുത്തേക്കാണ് അവള് പോകുന്നത്. നെഞ്ച് ഇങ്ങോട്ടേക്ക് തള്ളി നിന്ന് കഴിഞ്ഞിട്ട് അയാളെ മുട്ടാവുന്ന രീതിയിൽ മുട്ടിയിട്ടാണ് അവളുടെ കാട്ടായം മുള്ളും കാണിച്ചിട്ട് വീഡിയോസ്. തിരക്കില്ലാത്ത ബസ്സാണെങ്കിൽ ഒന്നും ഫ്രണ്ടിലേക്ക് ഇറിറ്റേഷനായി തോന്നി. പെൺപിള്ളേരായി കഴിഞ്ഞിട്ടാണെങ്കിൽ ഇപ്പൊ ഞാനും പെണ്ണാണ്, നമുക്കൊരു ഇറിറ്റേഷൻ തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മാറി വീഡിയോ എടുത്തിട്ട് നേരെ കണ്ടന്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടി. വേറൊരു കാര്യം കൂടെ ചോദിക്കുന്നേ, വലിയ പൊന്നെ വേറൊരു കാര്യം കൂടെ ചോദിക്കട്ടെ. കൊച്ചിനൊന്നും അറിയില്ല, കൊച്ചിരുന്ന് നോക്കണമെങ്കിൽ. ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഇപ്പൊ നോർമലി നിങ്ങൾക്ക് ഒരു ചെക്കൻ പയ്യൻ മെസ്സേജ് അയച്ചു, അതിന് ആ ചെക്കൻ ഇങ്ങനെ വളം കൊടുക്കണം എന്ന് തീരുമാനിക്കേണ്ട ആരാ? നിങ്ങള് ഗേൾസ് അല്ലേ? അത് നമുക്ക് അവര് മെസ്സേജ് വരുമ്പോ നമുക്ക് മനസ്സിലാവും. അത് എന്തായാലും എന്റെ അഭിപ്രായത്തിൽ ഏതൊരു ആണാണെന്നുണ്ടെങ്കിലും ഒരു പെണ്ണ് ഷൗട്ട് ചെയ്താ ഓന് മാറി പോവാണ്. അല്ലാണ്ട് ഓള് ജസ്റ്റ് ഓനെ ഒരു ഇതാക്കണ റിപ്ലൈ കൊടുക്കുമ്പോ തവിടും പിന്നാക്കിട്ട് കൊടുത്തോണ്ടിരുന്ന ഓൻ പലതും മനസ്സിൽ ആഗ്രഹിക്കും. അതെ, അത് സ്വാഭാവികം. ഇപ്പൊ ഒരു പ്രായമായിട്ടുള്ള ഏത് ചെറിയ പിള്ളേർക്ക് വരെ അറിയാം ഓരോരുത്തരുടെ അടുത്ത് എങ്ങനെ ബിഹേവ് ചെയ്യണം, ബാഡ് ടച്ച് ചെയ്താ ഗുഡ് ടച്ച് ചെയ്താന്ന് ഇപ്പോഴേ എല്ലാവരും പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ അതേപോലെ ഈ
എന്താ പറയാ, ചിലതുങ്ങൾക്ക് എന്താ പറയാ വെളിവില്ല. ചിലതുങ്ങള് റീച്ച് കിട്ടാനും മറ്റുള്ള കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് അവര് ബാക്കിയുള്ള പെൺപിള്ളേരെ പോലും ഇതാക്കി കളയും. നമ്മള് കൊറേ കാര്യങ്ങൾ ഇപ്പം നമ്മളിപ്പോ പറഞ്ഞ്, പക്ഷെ എന്റെ അഭിപ്രായത്തിൽ ഞാന് ഇവർക്ക് മനസ്സിലുള്ള കാര്യങ്ങൾ ഇവര് പറയേണ്ടത് പറഞ്ഞു. പറയാനുള്ളത് ഒരു ഗേൾസ് ആവുമ്പോ നമുക്ക് അത് പറയണം. നമ്മൾ എവിടെയെങ്കിലൊക്കെ യാത്ര ചെയ്യുമ്പോ അപ്പോഴാണ് കൂടുതൽ ആൾക്കാർ സംസാരിക്കുക. എന്താ എന്റെ തൊള്ളയിലേക്ക് വെച്ചേരാണോ നീ എന്താ ഫോണ്? ഇവിടെ നീ എവിടെ? ഞാൻ വേണ്ട, നിങ്ങ പറ. അപ്പൊ ഓരോ കാര്യങ്ങൾ നമ്മളുടെ ഓരോ വ്യക്തികളുടെ മനസ്സിലുള്ള കാര്യങ്ങളാണ് ഇങ്ങനെ ചർച്ച ചെയ്ത് ഇങ്ങനെ കോൺവെർസേഷൻ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. എത്രയൊക്കെയോ വേദനിക്കുന്നതും അതല്ലാത്ത കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ വന്നതാണ് നമ്മളിങ്ങനെ ഓരോന്ന് സംസാരിച്ച് പോയത്. എന്തായാലും എല്ലാം പിന്നെ എനിക്ക് പിന്നെ ഒന്നും പറയില്ല. പിന്നെ എനിക്ക് ഇതിനെ പറ്റിയിട്ട് സത്യാവസ്ഥയോ അല്ലെങ്കിൽ ഒരു ഞാൻ അതായത് ആരും കുറ്റപ്പെടുത്താനും ഇല്ല, നല്ലത് പറയാനും ഞാനില്ല. കാരണം നമുക്ക് നല്ലതിനും ചീത്തതും ഇപ്പൊ പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. അതിലെ കയറി പിടിച്ചിട്ട് ആൾക്കാർ വേറെ. അപ്പൊ ഞാൻ എന്തുകൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കും ഒരുപാട് ഫേക്ക് ന്യൂസുകൾ വന്നിട്ട് അനുഭവമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരാൾ എന്താണ് ഏതാണെന്ന് ഫസ്റ്റ് അറിയത്തില്ല. അത് നോക്കില്ല അവര്. അവരുടെ ബാഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നെഗറ്റീവ് എന്താണ് അതാണ് ഫസ്റ്റ് അവർ. ആൾക്കാരില്ലേ കൊറേ ഇവർക്ക് കുറച്ച് കമന്റ് ചെയ്യാണ്ട് നിനക്ക് അതിനുള്ള റിയാക്ഷൻ ഇപ്പൊ കൊടുത്തോ? എന്താ എനിക്ക് പറയാനുള്ള റിയൽ സത്യസന്ധതയില്ലേ? അതായത് എന്റെ കൂടെ ജീവിക്കാൻ പേടിയില്ലേ, ഞാനൊരു കൊലയാളിയല്ലേ എന്നുള്ളത്. എനിക്ക് എന്താ പറയാ, ഇന്നേ വരെ എന്റെ മനസ്സോട് ശത്രുക്കളെ അല്ല, എനിക്ക് അങ്ങനെ കൊല്ലം ശത്രുക്കൾ വരെ ഇഷ്ടം പോലെ ഉണ്ട്. അവരെ വരെ നോവിക്കാത്ത ആളെ ഞാൻ. കൂടെ ജീവിച്ചിട്ട് ഒരു കൊച്ചുമായി പിന്നെ കൊച്ചാവണേന് മുന്നേ ചെയ്യാണ്ടെങ്കിൽ ചെയ്യായിരുന്നു. അല്ല, ഇവര് പറയുന്നത് ദുബായി കൊണ്ടുപോയിന്നല്ലേ പറയണ. നാട്ടിൽ വെച്ചിട്ട് തീർത്തെങ്കിൽ സമാധാനം ഉണ്ടല്ലേ മാനു? അത്രയും നല്ല സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അവിടെ ഒന്നും നമുക്ക് വിട്ടു പോരാനേ പറ്റില്ല. അത്രക്കും വലിയ ഇതാണ്. മനസ്സാവാച അതിനെപ്പറ്റി ഒന്നും തന്നെ എനിക്ക് അറിയാത്തൊരു ആളെ ഇങ്ങനെ അവിടുത്തെ സ്ഥലത്തെ നിയമം എന്ന് പറഞ്ഞെങ്കിൽ എനിക്കും എന്താ പറയാ ഭയങ്കര സംശയങ്ങളും കാര്യങ്ങളും ഒക്കെയാണ്. ആ സ്റ്റേജില് നീ ആ ഒരു ടെൻഷനില് നീ ആ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തു. സംഭവം ഉണ്ടായി. അത് കാരണം കൊണ്ട് ഹെൽപ്പ് കിട്ടി. അതായതില്ലേ എനിക്ക് ആ സമയത്തില്ലേ എന്താ ചെയ്യേണ്ട അറിയില്ല. ഇത് എന്റെ നാടാണെങ്കിൽ ഞാൻ ആരെങ്കിലും വിളിച്ചു വരാൻ പറഞ്ഞേനെ. പക്ഷെ അവിടെ നമുക്കത് ആ ഒരു സിറ്റുവേഷൻ ഒരാൾ അനുഭവിച്ചാൽ നമുക്ക് മനസ്സിലാവുള്ളൂ. പിന്നെ ഒന്നാതെ ബാലൻസോ കാര്യമോ സാധാ കോൾ ചെയ്യാന്ന് ബാലൻസ് ഒന്നും ഇല്ല, നെറ്റ് ആകെ ഉള്ളൂ. അപ്പൊ എനിക്ക് ഞാൻ സ്നേഹിക്കുന്ന എന്റെ ഓഡിയൻസിനെ, എന്നെ വിശ്വസിക്കുന്ന എന്റെ ഓഡിയൻസിനെ അറിയാണ്ട് വിശ്വസിച്ച് അവരോട് ആരെങ്കിലും ഒരു ഹെൽപ്പ്. ഞാൻ എപ്പോഴും ചെറുപ്പം മുതല് മേനു എല്ലാം ഇടും. ഞാൻ മേനോട് ഹൈലൈറ്റ് നോക്കിട്ടാവുമ്പില്ലേ പക്ഷെ ഞാൻ ഒരു ഹെൽപ്പ് മാത്രമേ അവിടെ പ്രതീക്ഷിച്ചുള്ളൂ. പക്ഷെ അതിന് എന്തൊക്കെയോ ആക്കി മാറ്റി. എങ്ങനെ തോന്നുന്നു, എങ്ങനെ എനിക്ക് എങ്ങനെ രക്ഷിച്ചാൽ മതിയുള്ള ചിന്തയിലായിരുന്നു ഞാൻ ചെയ്തേക്കുന്നത്. മരിച്ചെന്നല്ല വിചാരിക്കണേ. ആളെ കൊല്ലാനോ അല്ലെങ്കിൽ പീഡിപ്പിച്ചിതാക്കാനോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പറയും. ഇത് അതൊന്നുമല്ല, സ്വയം ഇതില് കാണിച്ചിരിക്കുന്ന അങ്ങനത്തെ കോമഡിയാ. ബലാത്സംഗോ നീയോ? അത്ര കൊണ്ട് നീയേ അതിന് മാത്രം ഉള്ളതുണ്ടോ? ഒരാൾ അടുത്തറിഞ്ഞു കഴിഞ്ഞാല് ഏതൊരു വ്യക്തിക്ക് എത്ര പാവാണ്. ചില ഗുണ്ടകളൊക്കെ കണ്ടിട്ടില്ലേ, കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര വരും. പക്ഷെ അടുത്തെത്തിക്കഴിഞ്ഞാൽ ഒരു പാവം മനസ്സിലായിരിക്കും. ഞാനും പറയാൻ വന്നതല്ല, ഇപ്പൊ അയാള് ജീവിച്ചിരിപ്പുണ്ടെങ്കില് ഇപ്പൊ ആ പെണ്ണ് വീഡിയോ ഇട്ടില്ലേ, അപ്പൊ അയാളെല്ലാരും കുറ്റക്കാരനാക്കുള്ളൂ. അതുപോലെ ഇപ്പൊ മേനു ആ സമയത്ത് മേനു സൂസൈഡ് ചെയ്തെന്ന് ഓർത്തോ, അപ്പൊ എല്ലാരും മേനുവിന്റെ കൂടെ നിക്കും. കാരണം എന്താ? കാരണം എന്നെ ചതിച്ചതാണ്. അപ്പൊ എല്ലാരും മേനോട് കൊടുക്കും. പെണ്ണ് ചതിച്ചിട്ട് അവന് സഹിക്കാൻ ഇപ്പൊ പെണ്ണ് ചതിച്ചിട്ട് അവന് സഹിക്കാൻ പറ്റാണ്ട് അവൻ സൂസൈഡ് ചെയ്ത് ഇമ്പോർട്ടന്റ് കൊടുക്കുന്ന ജീവിച്ചിരിക്കുന്നവർക്ക് സമാധാനം സന്തോഷം കൊടുക്കാം. എന്നാലും നിങ്ങളുടെ ജീവിതം സക്സസ്ഫുൾ ആവും. എവിടെയെങ്കിലും നിങ്ങൾ ജീവിച്ചോട്ടെ. ഈ മറ്റുള്ള ആളുകൾക്ക് എന്താ ഇവര് വില ചെല്ലും ചെലവിനും തന്നിട്ടാണെന്നുണ്ടെങ്കിൽ പിന്നെയും നാക്ക് വെച്ചിട്ട് ഓരോന്ന് സംസാരിച്ച് അതെ അവർക്ക് എത്രത്തോളം പെയിൻഫുൾ ആയിരിക്കും അവരുടെ ജീവിതത്തിൽ. അവരെല്ലാം മറന്ന് ഒന്ന് നെക്സ്റ്റ് പുതിയ ലൈഫിലേക്ക് കടക്കുമ്പോൾ ജീവിക്കാൻ നല്ലൊരു കാര്യമല്ല അത്. അപ്പൊ ഗൈസ് നമ്മൾ ടോള് ബാഗിലൊക്കെ കാറിന്റെ ബാഗിലത്തെ പരിപാടി ഗൈസ്. അപ്പൊ നമ്മള് ടണൽ ഇതല്ല
ഇതല്ല ഗൈസ്, സോറി ഗൈസ്. ചമ്മിയ മുഖം കാണിക്കോ, ചമ്മിയ മുഖം കാണിക്കോ. പച്ചപ്പായ മലയെങ്കിലും കാണിക്കാം. അതെ അതെ അതെ, ടണലെത്തിയിട്ടില്ല കേട്ടോ. നമ്മള് കുറച്ച് മലകള് പാറകളൊക്കെ ഉണ്ട്. പോകുമ്പോൾ വ്യൂ ഉണ്ട്. നല്ലൊരു വ്യൂ ഉണ്ട്, മരമുണ്ട്. കാണിച്ചുതരാം. പൊട്ടുണ്ട്, പുള്ളി മരിച്ചല്ലേ. മല കണ്ട സൂമിലിട്ടൊക്കെ ഞങ്ങൾ കളിക്കുകയാണ്. കാണിച്ചേ, അവര് പറ്റിയ കൂട്ടിലോട്ട് കുഴപ്പമില്ല. കാണിച്ചേ. ചുണ്ടടാ, ചുണ്ടടാ. കാണിച്ചേ, കാണിച്ചേ. എന്തുട്ടീ വാപ്പി പാടണേ? ഡാഡ എന്താ പാടണേ? മിണ്ടാതിരിടാ ഡാഡാന്ന് പറ. ആടെ വിളിച്ച് വിളിച്ച് ഒരു ഡാ കട്ട് ചെയ്യുമെന്നാ പേടി. അങ്ങനെ ഇവള് പറഞ്ഞ ആ സാധനം കിട്ടിയിരിക്കുന്നു. അതെ അതെ, വാവ്, നമുക്ക് കുറച്ച് സമയം ഇവിടെ നിക്കാൻ ഇത് പറ്റും. ഇടയിലിടയിൽ വേറെ വേറെ വഴികളുണ്ട്. ചെറിയ ചെറിയ ടണലുകൾ പോലെ വരും കേട്ടോ. എവിടെ? വീഡിയോയില് കാണാൻ നല്ല രസമുണ്ട്. ആ, എത്തുമ്പോ നേരിട്ട് അതിലൊരു രസമില്ലേ, നേരിട്ട് കൊള്ളൂലേ. ഇവരെന്ത് ചെയ്യണം? നോക്ക് നോക്ക്, ടണല് അണ്ട വേറെ വേറെ വഴി. എടി ഇവരെന്ത് ചെയ്യണമെന്ന് അറിയോ? ഈ പൂപ്പല പിടിച്ച സ്ഥലത്തെല്ലാം ഇല്ലേ, ഒന്ന് കളർ ഇംഗ്ലണ്ട് പോലെ ഫുൾ കളർഫുൾ ആക്കി നല്ല ക്യൂട്ട് ഉണ്ടോ? ദുബായ്, അതത്രേ ഉള്ളൂ. അതൊക്കെ ദുബായ് ഫുള്ള് സെറ്റപ്പാ. രസാ കാണാൻ. ഫുൾ പെയിന്റ് അടിച്ച് എന്ത് ക്യൂട്ട് ഉണ്ടാവും അറിയോ കാണാൻ. പെയിന്റ് അടിച്ചിട്ട് ആർക്കെങ്കിലും ചെയ്യാനായിട്ട് പിള്ളേർക്ക് അങ്ങനെ പോകുകയാണെങ്കിൽ അതൊക്കെ ചെയ്യും. വെറുതെ ഇരിക്കുമ്പോ നമ്മളെ നാട്ടില് മറ്റേ പൂപ്പലും ഇതാക്കി സിമന്റ് അതേപടി അടിച്ചത് ദുബായിലൊക്കെ മറ്റേ ഗ്ലിറ്ററിങ് സാധനമൊക്കെ വെച്ചിട്ട് സെറ്റ് ആക്കി വെച്ചേക്കണ്ടല്ലേ. ഇതെന്ത് ഫാനോ? അറിയില്ല. ശരിക്കില്ലേ മറ്റേ ആ എന്താ പറയാ, നമ്മളാ ഫുൾ കളർഫുൾ ആയിട്ടുള്ള പെയിന്റിംഗ് ഒക്കെ വെച്ചെങ്കിൽ അടിപൊളി ഉണ്ടാവും. അടിപൊളിയായിരിക്കും. പുറത്തെത്തി ഗൈസ്. അപ്പൊ ഗൈസ്, നമ്മളിപ്പോ ഉള്ളത് എന്റെ ചേട്ടന്റെ, അതെ എന്റെ ചേട്ടന്റെ വീടാണ്. അതിന്റെ നേരെ മുമ്പിൽ തന്നെ പാടം കണ്ടോ ഗൈസ്? വേറെന്താ? ഇതാണ് ചേട്ടന്റെ ഒരേ ഒരു അനിയൻ വിശ്വജിത്ത്. ഹായ്. നമുക്ക് വീടൊക്കെ കാണാം. ഇല്ല, പോസ്റ്റ് ചെയ്യും. നീ എന്നെ നാട്ടിക്കല്ലേ? നീ വന്നേ. എന്താ ഇവിടുത്തെ ഈ നിങ്ങളുടെ വീട് ഫുള്ളായിട്ട് പരിചയപ്പെടണമെന്നുണ്ട്. ബിസിയാണോ? വീട്ടും പേരെന്താ? കല്യാണി മന്ദിരം. കണ്ടോ നമ്മളെ വീടൊക്കെ കണ്ടോ? വീട് കാണിച്ചു കൊടുക്ക്, വീട് കാണിച്ചു കൊടുക്ക്. അതാ ഗൈസ്, മേളില് ഇവന് ഗുസ്തി കളിക്കാൻ വേണ്ടിട്ട് മറ്റേ ഇത് ബോക്സിംഗ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് സ്ഥലമുണ്ട്, ഒരുപാട് സ്ഥലം ഉള്ളത് കാരണം കൊണ്ട് ഇതാ മരം. ഇവിടുന്ന് അങ്ങ് അറ്റം വരെ സ്ഥലമുണ്ട് അല്ലേ? കുഞ്ഞു കുളമുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ടൊക്കെ മാങ്ങ, പ്ലാവ് എല്ലാം ഉണ്ട്. ആര്യവേപ്പ് എന്തൊക്കെയാ ഇവിടെ, തെങ്ങും. സപ്പു ചിരിക്കണ എന്താടി ചിരിക്കണ? അല്ല സപ്പു, അതെ വാഴ. എന്നെ തന്നെ പറയൂ വാഴ. ഞാനൊരു വാഴ, അടുത്ത വാഴ അവിടെ നിൽക്കുന്നു. ദാണ്ടെ ഒരു വാഴ കൊല നിൽക്കുന്നു, ഒരു വാഴ കൊലയായിട്ട് നിൽക്കുന്നു. എന്തോ ഒരു പച്ചപ്പല്ലുണ്ട്. അവിടെ മഞ്ഞ കുപ്പാനുള്ള അട്രാക്ഷൻ. മഞ്ഞക്ക് എന്തോ ഒരു പ്രത്യേക ക്യൂട്ട്. വേറെന്താ പറയാനുള്ളത്? നമ്മൾ സബ്സ്ക്രൈബറിനോട് എന്തെങ്കിലും രണ്ട് വാക്ക്. അയ്യോ അത് പോട്ടെ. ആ, നമ്മൾ സബ്സ്ക്രൈബറിന് വേണ്ടി രണ്ട് വാക്കുകൾ സംസാരിക്കും. ഇല്ല, ഞാൻ ആക്ച്വലി എന്താ വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളൊരു ഹാഫ് ലിറ്റർ വോക്കി എടുത്തിട്ട് ഫിനിഷ് ചെയ്തിട്ട് എല്ലാവരും കൂടെ എൻജോയ് ചെയ്യാനുള്ളൊരു സ്പേസ് ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് വന്ന. ഇവിടെ എത്തുമ്പോൾ ഒരു അമ്മായി നേരെ അതിന്റെ വീട്ടിൽ തിരിച്ചു വിട്ടു. എന്താ മൂഡ് കളഞ്ഞു അല്ലേ? പാവം, ആ ദ്രോഹിയാണ് വൈബ് കളഞ്ഞത്. എടി ഞങ്ങള് വ്ലോഗ് എടുത്തോണ്ടിരിക്കാണ്, ഡിസ്റ്റർബ് ചെയ്യരുത് ഗായ്സ്. ഓക്കെ ഓക്കെ ബൈ. പാവൻ്റെ ചേട്ടൻ ദുബായിൽ നിന്ന് വിളിച്ചേക്കാണ്. എന്താണ് ഗൈസ് നിങ്ങൾ എടുക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞു വീട്ടിൽ വന്നിട്ട് അമ്മ ഒന്നും വേണ്ട,
ഞങ്ങൾക്കൊന്ന് സ്ഥലങ്ങളൊക്കെ ഒന്ന് ചുറ്റി കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ്ട് അവിടെ അടക്ക മരത്തിൽ നിന്ന് അടക്ക പറിച്ചിട്ട് താഴെ ഇട്ടിട്ടുണ്ട്. അവിടെയൊക്കെ നിറച്ച് എന്താണ്ടൊക്കെ ഉണ്ട്. അത് മാങ്ങയാണെന്ന് എനിക്ക് മനസ്സിലായി. അല്ലല്ല അടക്കമരം ശരിയാണ് ഇവിടെ. ഇല്ല അതേന അതൊക്കെ അത് ശരിയാ ശരി അതാണ് അടക്ക അവിടെ എവിടെ വെട്ടി താഴെ ഇട്ടിട്ടുണ്ടാവും അല്ലേ. മൂട് കളഞ്ഞ ആ ഒരു ദേഷ്യം ഇവിടെ ഫേസിൽ കാണാനുണ്ടെന്ന് തോന്നുന്നു. ഞാൻ പനങ്കളിൽ വാങ്ങിച്ചു കൊടുക്കാന്നോണ്ട് പറ്റിച്ചു. മാങ്ങ സീസണായിട്ട് മാങ്ങ ഉണ്ട്. അതാ വീട് എങ്ങനെയുണ്ട്? കട്ടയെ കുറിച്ചുണ്ട് പറിക്കാം നമുക്ക്. പോവാ പാടത്തേക്ക്. ഇത് അതെ 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 ഏതാ ഇതാ നമ്മുടെ സബ്സ്ക്രൈബറിനോട് ആ കാര്യം പറയും. സബ്സ്ക്രൈബറിനോട് ആ കാര്യം പറയൂ. സബ്സ്ക്രൈബർ എന്താണ് കുട്ടി ചെയ്തത് താങ്കളെ? ഇല്ല പച്ചക്ക് പറയൂ. തൃശ്ശൂരിൽ നിന്ന് ഇറങ്ങണമെന്ന് പറഞ്ഞിട്ട് 5 മിനിറ്റ് കൊണ്ട് തന്നെ തിരിച്ച് തൃശ്ശൂർ എത്താൻ വിചാരിച്ചു. ഞാൻ വിചാരിച്ചു ചെമ്പരത്തി പൂവൊക്കെ കതി വെച്ചിട്ട് തരുന്ന ആൾക്കാർ ആരെങ്കിലും ആയിരിക്കുമോ. പിന്നെ ഇവിടെ എത്തിയിട്ട് അത്രയും വേണ്ടപ്പെട്ട ഒരാളെ പരിചയപ്പെടുത്തിയപ്പോൾ നേരെ വീട്ടിൽ പോകണം പറഞ്ഞു. എന്നാ ശരി പൂ വെച്ചുകൊണ്ട് വീട്ടിൽ കയറി കഴിഞ്ഞപ്പോ തന്നെ ഞാൻ തന്നില്ല. വയറ് നിറച്ച് പത്തായപ്പുറ എനിക്ക് പത്തായപ്പുര. അതാ ഇതാണ് ഞങ്ങളുടെ അച്ഛൻ. തൊഴുത്തോ? അതില് മോള് പശുക്കളെ കാണുന്നുണ്ട്. അതിന്റെ ബാക്കിലേക്കൊക്കെ ഇവിടുത്തെ മോനെ അതിന്റെ അടിഭാഗം കൊടുക്കണം. ചേട്ടന്റെ ചേട്ടാ പൂങ്കുലകളാടും എന്താ ഒന്നുകൂടെ അത് മണി. അത് രണ്ടാളും ഞാനില്ല ഈ ടീമിന്റെ കൂടെ. ഇതേ നമ്മള് മിഷൻ ഇതൊക്കെ വെട്ട് മെഷീനാണ്. നേരെ കണ്ടപ്പോ ഒന്നും ഉണ്ടായില്ല. ഇപ്പൊ കാണുമ്പോ നോക്ക് നോക്ക് ആകാശത്തേക്ക്. അതല്ല വെട്ടനോട് തൂക്ക്. വെള്ളേക്കൺ ഗൈസ് ഇവിടെ ഇവരെ അമർത്തിക്കൊണ്ടുണ്ട്. അല്ല ഞാനൊരു കാര്യം പറയട്ടാ. 18+ വീഡിയോ അല്ല ഇത്. നിങ്ങൾ അമ്മാതിരി വർത്താനായിട്ടോ നിങ്ങൾ പറയണ മോശം. എന്റെ സബ്സ്ക്രൈബർ നിങ്ങൾ അപമാനിക്കുന്ന പോലെയാണ്. താമര കൺകളിൽ തളിരിട്ടതെന്തോ പൊന്നും കുടം നിന്റെ പാട്ടുകൾക്ക്. എവിടെ ഫസ്റ്റ് പോണം? ഫസ്റ്റ് എവിടെ പോണം പറഞ്ഞേ? അതെവിടെ? നമുക്ക് ഇവിടെ നിന്ന് നേരെ പോയിട്ട് അവിടെയാണോ? അപ്പൊ അങ്ങോട്ട് പോവാ. പിന്നെ എന്തിനാ അങ്ങോട്ട് പോണേ? ഇതിപ്പോ എവിടെ പോവാ? പനങ്കരിക്ക് മരം കാണാം. താമരക്കും നൈസ് ഫുൾ പാടങ്ങളാട്ടോ. പാലക്കാടല്ലേ? ഇതാ ഇവരെ വീട്ടിന്റെ സെയിം ഇവരെ വളപ്പാണ്. ഇതൊക്കെ ഇവിടെ വളപ്പാണ് അല്ലേ? ഏക്കർ കണക്കിന് സ്ഥലം. ഇതാ അതിന്റെ ആസാനാണ് ഇവിടെ പോണത്. ആശാനെ ഇത് നമ്മുടെ ഈ പറമ്പൊക്കെ നമ്മുടേതല്ലേ? തീർച്ചയായിട്ടും നമ്മുടേതാണ്. അപ്പം എന്താണ് അതൊന്നും അറിയൂല. എല്ലാം വേറെ വേറെ വേറെ. എനിക്കൊന്നും അറിയില്ല. മറ്റേതേടി അല്ല, ഇതിന്റെ അകത്ത് പൂവല്ലേ? മറ്റേ പഞ്ഞിപ്പൂ. ഇത് ഉണങ്ങി പൊട്ടുമ്പോ പഞ്ഞിപ്പൂവാണ്.
ഗൈസ് ഇതെന്താന്ന് അറിയുന്നവർ കമന്റ് ചെയ്യുക. നമ്മുടെ തീർച്ചയായിട്ടും ഇവിടെ അവിടെ ഒരു ചിരിപ്പിക്കണ പെണ്ണ്. ഇതന്നെയല്ലേ ഞാനും ചോദിച്ചത്. അങ്ങനെ നമ്മുടെ അടുത്ത ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മള് ഇവിടെ ഫുൾ എവിടെ നോക്കിയാലും ഫുൾ പാടാട്ടോ. നല്ല ഫുൾ ഗ്രീൻ ആയിട്ട് സോ ക്യൂട്ട്, നല്ലൊരു ബ്യൂട്ടിഫുൾ ആണ്. ബട്ട് ചൂടിന് വലിയ കുറവില്ല കേട്ടോ ഗൈസ്, നല്ല ചൂടുണ്ട്. ശരിക്കും നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനത്തെ ഒരു വയൽ പ്രദേശത്തൊക്കെ ഒരു തണുത്ത കാറ്റ് അങ്ങോട്ട് വീശും. പക്ഷെ ഇവിടെ അങ്ങനെയെല്ലാം തോന്നുന്നു എനിക്ക്. നോർമലി ക്ലൈമാറ്റ് ഇങ്ങനെ ആണോ അല്ല ഇപ്പൊ ഇങ്ങനെ ആണോ എന്ന് എനിക്കറിയില്ല. ആണോ? നമ്മുടെ സഫുവിന് ഇതൊക്കെ അറിയാവുന്ന രീതിയിലാണ് ഇപ്പൊ പറയണത്. ഓ ഗായ്സ്, നിങ്ങളിത് കാണുക. സഫുവിന് എന്തൊക്കെ അറിയാമെന്നുള്ളത്. പാലക്കാട് എന്താണ് പറ. പാലക്കാട് എന്താന്ന് പറഞ്ഞാൽ ഒരുപാട് വയലുകളുണ്ട്. അരികൾ ഒക്കെ ഉണ്ടാക്കുന്ന ഒരു സ്ഥലമാണ്. അതായത് അവര് കൃഷി ചെയ്യുന്നുണ്ട് ഒരുപാട് അരിയും ഗോതമ്പും കാര്യങ്ങളൊക്കെ. കാരണം തമിഴ്നാട് പ്രദേശമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രദേശമാണ്. തല നോക്കണം കേട്ടോ, തേങ്ങ വീഴുന്നു. റോഡ് സൈഡിലില്ല. ഒരുപാട് പനങ്കരിക്കിന്റെ മരങ്ങൾ നമുക്ക് കാണാം. എവിടെയോ പനങ്കരിക്കിന്റെ മരം? അറ്റത്ത് കാണാം. അറ്റത്ത് കിടന്ന് കാണൂല. പനങ്കരിക്കിന്റെ ഒരുപാട് മരങ്ങളുണ്ട്. പനം കള്ളുണ്ട്. അതെന്താ പനം കള്ളിന് മാത്രം ഒരു ആക്കിയ വർത്താനം നിന്റെ? നീ പള്ളു കുടിക്കാറുണ്ടാ? ഇല്ല. പിന്നെന്താ അമ്മ ഫ്ലോക്ക് പറഞ്ഞത്? ഇപ്പളെ കള്ള് കുടിച്ച് ഗായ്സ്. ഇതേ ഇവള് ആടുന്നു. ഇതൊന്നും ഇവ കണ്ണടച്ചിരിക്കണ വെയിലുണ്ട്. ഇതേ കണ്ണടച്ച് കിടക്കണ ഞാൻ കണ്ടു. വെയിലുണ്ട്. ടർക്കി ഉണ്ട്. ഞാൻ പിന്നെ ടർക്കിന് എടുത്ത് എന്തായാലും നല്ല ഫോട്ടോസ് കിട്ടി. അതെന്ത് പോണത്? 8:10 ഇവരങ്ങ് എത്തിയല്ലോ ഗായ്സ്. ിടുമ്പോ നോക്കിയേ ഷേക്ക് ഓവർ. തട്ടിൽ കൺകളിൽ ഇവിടെ ഒരാള് അതിനെ പായിച്ചിട്ട് എന്നെ കൈ പിടിക്കുന്നു. ഇത് മറ്റേ ഇത് വലുത്. ഇവിടെ എങ്ങനെ പേടിപ്പിക്കല്ലേ, കടിക്കും അത്. അത് പറയും, എടാ നല്ല ഇറച്ചിയുള്ളാതെ കിട്ടിയിട്ടുണ്ടാ വാട മക്കളെ. അപ്പൊ ഗായ്സ് നമ്മള് അങ്ങനെ എന്താണ് ചിരിക്കണതിന്റെ ഇടയിൽ ഓക്കെ നമ്മള് ഒന്നാമത് ആകെ ചീഞ്ഞ് നാറി. കാരണം ലേറ്റ് ആയി പോയി ഗായ്സ്. നമ്മൾ അതിന്റെ ഇടയിൽ ഫുഡെല്ലാം കഴിച്ചാൽ ഫുഡ് കഴിക്കണ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. കുട്ടി അതിന്റെ അടുക്ക് ഉറങ്ങായിരുന്നു. പിന്നെ നമ്മൾ അവിടുന്ന് വരുന്ന വഴിക്ക് പിന്നെ ഒന്നാമത് നമ്മള് പോയി വരുമ്പോ ഇരുട്ടായി. പിന്നെ പോയിട്ട് വരുമ്പോ പോകുന്ന അതേപോലെയുള്ള ഒരു വൈബായിരുന്നു. വീഡിയോസ് എടുത്ത് പിന്നെ കുറെ റീലൊക്കെ എടുത്ത് അങ്ങനെ ആ ഒരു ഫുള്ള് ടയർഡായി പോയി. അതിന് ശേഷമുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ അതിന് ശേഷം എന്ന് പറയാൻ കാര്യമായിട്ടൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ പിന്നെ ചേച്ചിക്ക് പിന്നെ ബിസിനസ് കാര്യങ്ങളും അങ്ങനെല്ലാം ആയിട്ട് സോറി ആന്റിക്ക് അവന് നേരത്തെ കൊടുത്ത ഡയലോഗ് കണ്ടില്ല. ആന്റി എന്റെ മൂഡ് അമ്മായി സോറി അമ്മായി. അപ്പൊ അങ്ങനെ നമ്മളിന്ന് മാഷാഅല്ലാഹ് നല്ല എൻജോയ് ആക്കി. നമ്മൾ അടിച്ചു പൊളിച്ച് ഫുൾ ടൈം തകർത്തടിച്ച് പൊളിച്ച് അല്ലേ. ഒരു ദിവസം നമുക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടാന്നുണ്ടെങ്കിൽ അതെ നമുക്ക് കിട്ടാന്ന് പറഞ്ഞെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എങ്ങനെയെങ്കിലും ശല്യം ഇറങ്ങി പോയാൽ മതി. അതായത്
നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് ഗൈസ്. അപ്പൊ വൈൻഡപ്പ് വീഡിയോ എങ്കിലും എടുക്കാന്ന് വിചാരിച്ചിട്ട് ഈ രാത്രി എടുത്തത്. അപ്പൊ എന്തായാലും വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മാത്രം മറക്കരുത് ഗൈസ്. നാളെ വീണ്ടും ഞങ്ങൾ നിങ്ങളുടെ കൂടെ. അതെ, സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോ. ഇനിയും അതേപോലെ തന്നെ വീഡിയോസ് ഉണ്ടാവുന്നതായിരിക്കും. ആതിരയുടെ വീഡിയോ തഗ്ഗുകള് അതേപോലെ തന്നെ ആതിരയുടെ കോമഡികൾ ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ പ്രത്യേകം കമന്റ് അറിയിക്കാം. അത് ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ നമുക്ക് അതേപോലെയുള്ള ഒരുപാട് തഗ്ഗുകൾ ഇനിയും വരുന്നതായിരിക്കും ഗായ്സ്. നാണം. അപ്പൊ ഓക്കെ, ബൈ ബൈ, ബൈ ബൈ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.